ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2025 ഒരു കൊറിയൻ മിസ്റ്ററി ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ദി അഗ്ലി എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 40 വർഷങ്ങൾക്ക് മുന്നേ കാണാതായിട്ടുള്ള തൻ്റെ അമ്മയുടെ അസ്ഥി ഒരിടത്തു നിന്നും ഹീറോയ്ക്ക് കിട്ടുകയാണ്. അപ്പോൾ 40 വർഷങ്ങൾക്ക് മുന്നേ കാണാതായെന്ന് പറഞ്ഞ തൻ്റെ അമ്മ എങ്ങനെയാണ് മരിച്ചത്, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്, ഇതെല്ലാം തേടി ആ ഒരു മകൻ പോകുമ്പോൾ അവൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അവ കണ്ടുപിടിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ മൂവിയുടെ ക്ലൈമാക്സിൽ നിങ്ങളുടെ മനസ്സിനെ നടുക്കുന്ന ഇങ്ങനെയും മനുഷ്യരുണ്ടാവോ ഇന്ന് വരെ ചിന്തിപ്പിക്കുന്ന രീതിയിലായിരിക്കും ഈ മൂവി നിങ്ങൾ കണ്ടു തീരാൻ പോകുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കഥകൾ കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ. ഈ കഥ തുടങ്ങുന്നത് കൊറിയയിലാണ്. ഇപ്പോൾ കണ്ണ് കാണാത്ത വയസ്സായിട്ടുള്ള ഒരാള്, അയാൾക്കൊരു കഴിവുണ്ട്. കണ്ണ് കാണാൻ കഴിയുന്ന ഒരാൾക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് പോലും ചെയ്യാൻ കഴിയാത്ത ഒരു കഴിവ്, അത് വേറൊന്നല്ല, വുഡൻ കാർവിങ്സ് ആണ്. എന്താന്ന് വെച്ചാൽ ഈ മരത്തടികളിൽ സ്റ്റാമ്പ് പോലത്തെ അച്ചുണ്ടാക്കുമല്ലോ, ആ ഒരു ജോലി അതും കൈ കൊണ്ട് തന്നെ ചെയ്യും. കണ്ണ് കാണാത്ത ഒരാളാണെങ്കിലും അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഒരു ചെറിയ തെറ്റ് പോലും സംഭവിക്കാതെയാണ് അയാൾ ആ ഒരു കാര്യം ചെയ്യുന്നത്. ഇത്രയും കഴിവുള്ള ഇയാളെ ആ നാട്ടിലെ തന്നെ ഒരു നാഷണൽ ട്രഷർ ഉണ്ടല്ലോ, ആ രീതിയിലാണ് കാണുന്നത്. കാരണം ഇതുപോലൊരു കാര്യം ചെയ്യാനായിട്ട് വേറെ ആരെ കൊണ്ടും കഴിയാത്തത് കൊണ്ട്. അതുകൊണ്ട് കണ്ണ് കാണാൻ കഴിയാത്ത അയാളുടെ കഴിവുകളെ പറ്റിയും അയാളുടെ ജീവിത സാഹചര്യങ്ങളെ പറ്റിയും മനസ്സിലാക്കാൻ വേണ്ടി അതൊരു ഡോക്യുമെന്ററി ആയിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം അയാളെ കാണാനായിട്ട് വരികയാണ്. അപ്പോൾ വന്നിട്ട് കണ്ണ് കാണാത്ത ആ വയസ്സായിട്ടുള്ള ആളോട് ഡോക്യുമെന്ററി ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതേ ഈ പെണ്ണാണ് ഈ കഥയിലെ നായിക, അതുകൊണ്ട് നമുക്ക് ഹീറോയിൻ എന്ന് വിളിക്കാം. അതേപോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം കേട്ട് ഒരു വശത്തായിട്ട് മാറി നിൽക്കുന്ന ഇവനാണ് ഈ കഥയിലെ നായകൻ, ആ കണ്ണ് കാണാൻ കഴിയാത്ത ആളുടെ മകൻ. അപ്പോൾ കണ്ണ് കാണാൻ കഴിയാത്ത അയാളെ നമുക്ക് എന്തായാലും ലിം എന്ന് വിളിക്കാം. ഇപ്പോൾ ഹീറോയിൻ ലിമ്മിനോട് ചോദിക്കും, ഇത്രയും വർഷം നിങ്ങളുടെ മകനെ ഈ നിലയിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ എന്നെല്ലാം ഫാമിലിയെ പറ്റി ചോദിക്കുമ്പോൾ ലിമ്മു പറയും, ഞാൻ അവിടെ വളർത്താനായിട്ട് അവനായിട്ട് തന്നെ വളർന്നു വന്നു, ഞാൻ ജസ്റ്റ് അവനെ നിന്ന് നോക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ അന്നത്തെ ദിവസം ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് പോകുന്നത്. ഇപ്പോൾ അച്ഛനും മകനും രാത്രിയിൽ സംസാരിക്കുകയാണ്. അപ്പോഴാണ് ലിമ്മിന് ഇതുപോലെ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നതും തന്റെ ജീവിതം ഡോക്യുമെന്ററി ആയിട്ട് ചിത്രീകരിക്കുന്നത് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ തന്റെ കഴിവ് കുട്ടിക്കാലം മുതൽ തന്നെ താൻ ഈ ഒരു പ്രത്യേകതരം കഴിവ് നേടിയെടുത്തത് കൊണ്ട് അതിപ്പോ പലരും അഡ്രസ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ലോകം അറിയും എന്നുള്ള ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഇതിനെല്ലാം സമ്മതിക്കുന്നത്. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഒരു കോൾ വരുന്നു. സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. എന്നിട്ട് പറയും, നിങ്ങളുടെ അമ്മയെ പറ്റി ഒന്ന് സംസാരിക്കണമെന്ന്. സത്യത്തിൽ ആദ്യം അവർ വിളിച്ചിട്ട് ഹീറോയുടെ അമ്മയുടെ പേര് പറയും. പക്ഷേ ഹീറോയ്ക്ക് തന്റെ അമ്മയുടെ പേര് പോലും അറിയത്തില്ല. അത് കഴിഞ്ഞിട്ടാണ് നിന്റെ അമ്മയെ പറ്റി സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഹീറോ പെട്ടെന്ന് തന്നെ അവർ വിളിച്ച ആ ഒരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് ആ പോലീസുകാർ കാണിച്ചു കൊടുക്കുന്നത് ഒരു സ്ത്രീയുടെ അസ്ഥിയാണ്. എന്താന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ള ഒരു മലയിൽ കൺസ്ട്രക്ഷൻ വർക്കെല്ലാം നടക്കുമായിരുന്നു. അപ്പോൾ അതിനടിയിൽ നിന്നാണ് ഈ ശരീരം കണ്ടുപിടിച്ചത്. അതുപോലെ ആ ഒരു ബോഡിയുടെ അടുത്ത് നിന്നും ഇവരുടെ നാഷണൽ ഐഡി ഉണ്ടല്ലോ, അത് ഒരെണ്ണം കിട്ടിയിരുന്നു. അതിലൂടെയാണ് ഇത് ഹീറോയുടെ അമ്മയാണ് എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കിയതും ആ ഒരു അഡ്രസ്സിൽ വിളിച്ചതും. പക്ഷെ അതിലെ ഹീറോയുടെ അമ്മയുടെ ഫോട്ടോയോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, പേരും മറ്റു ഡീറ്റെയിൽസും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഞങ്ങൾ ഈ ബോഡി പരിശോധിച്ച് നോക്കിയിരുന്നു. ഒരു 40 വർഷങ്ങൾക്ക് മുന്നേ മരിച്ചതുപോലെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്. പക്ഷെ എന്താണ് കാരണമെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറയും. അതുപോലെ ഇവരുടെ ബോഡി കിടന്ന ഒരു രീതി അത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം ആരെങ്കിലും ഒരാൾ കൊന്നിട്ട് കുഴിച്ചിടുമ്പോഴത്തേക്കും മാത്രമാണ് ഈ രീതിയിൽ ശരീരം കിടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയെ സംബന്ധിച്ചിടത്തോളം തന്റെ അമ്മയെ കുട്ടിക്കാലത്ത് തന്നെ, അത് 40 വർഷങ്ങൾക്ക് മുന്നേ കാണാതായി എന്നുള്ള കാര്യം മാത്രമാണ് ഹീറോയ്ക്ക് അറിയാവുന്നത്. ഇതുപോലെ മരിച്ചുപോയി എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പൊ ഈ കാര്യം അറിയുന്നതും എന്തായാലും തന്റെ അമ്മ മരിച്ചു എന്ന് കൺഫേം ചെയ്തു. അതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഫ്യൂണറൽ ചടങ്ങുണ്ടല്ലോ, അതെല്ലാം നടത്തുകയാണ്. പക്ഷെ ഇവിടെയാണ് മറ്റൊരു കാര്യം, തന്റെ അച്ഛന്റെ കയ്യിൽ അമ്മയുടെ ഒരു ഒറ്റ ഫോട്ടോ പോലും ഇല്ല. ഇപ്പോൾ ഹീറോ തന്റെ അച്ഛന്റെ അടുത്തേക്ക് വന്നിട്ട് 40 വർഷങ്ങൾക്ക് മുന്നേ അമ്മയെ കാണാതായി എന്നുള്ള കാര്യം മാത്രമേ എനിക്കറിയത്തുള്ളൂ, പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുമ്പോൾ ലിമ്മിനും ആ കാര്യം അറിയത്തില്ല. കണ്ണു കാണാൻ കഴിയാത്തത് കൊണ്ട് അവൻ പറയും, ഞാനൊരു ദിവസം മാർക്കറ്റിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിലെ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ അമ്മയെ അന്വേഷിച്ചിട്ട് കണ്ടില്ല. അന്നാണ് അവൾ നമ്മളെ കളഞ്ഞിട്ട് എവിടേക്ക് ഓടിപ്പോയത്. പക്ഷെ അതിനുശേഷം എന്താണ് സംഭവിച്ചെന്ന് പോലും ലിമ്മിനും അറിയത്തില്ല എന്ന് പറയും. അതുപോലെ എനിക്കും അവൾക്കും പ്രത്യേകം ബന്ധുക്കളോ മറ്റോ ആരും ഇല്ലാത്തത് കൊണ്ട് അത് അന്വേഷിച്ചും വേറെ ആരും വന്നിട്ടുമില്ല. അപ്പോൾ ഹീറോ ചോദിക്കും, ശരി അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് ആ ഒരു കാലഘട്ടത്തിലെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. കാരണം നിന്റെ അമ്മ വളരെ നല്ലൊരു സ്ത്രീയാണ്, അതുകൊണ്ട് അവൾക്ക് ശത്രുക്കൾ ആരും അങ്ങനെ ഉണ്ടാവാറില്ല. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ ഹീറോയിൻ ഉണ്ടല്ലോ, അവളും അവളുടെ ടീമും വരുന്നത് ആ ഡോക്യുമെന്ററിയുടെ ബാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഹീറോ അവളോട് പറയും, ഞങ്ങളുടെ ഫാമിലിയിൽ ഇതുപോലൊരു കാര്യം സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഈ ഒരു ഡോക്യുമെന്ററി ചിത്രീകരിക്കുന്നത് കുറച്ച് നാളത്തേക്കൊന്നും മാറ്റിവെക്കാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഹീറോയും പറയും, അത് കഴിയത്തില്ല, എന്തായാലും നിങ്ങളുടെ ഫാമിലിയിൽ സംഭവിച്ച ഈ കാര്യവും
ഞങ്ങൾ ഈ ഒരു ഡോക്യുമെന്ററിയിൽ ഉൾപ്പെടുത്താൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡോക്യുമെന്ററി കൂടുതലായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിച്ചേർത്തുള്ളൂ, ഞങ്ങൾക്ക് കുറച്ച് പണം ഉണ്ടാക്കാം എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഇതുപോലുള്ളൊരു സാഹചര്യം വരെ ഡോക്യുമെന്ററി ആയിട്ട് ചിത്രീകരിച്ച് അതിലൂടെ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്താളുകളാണെന്ന് ഹീറോ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കാണ് കുറച്ച് വയസ്സായിട്ടുള്ള സ്ത്രീകളും അതേപോലെ തന്നെ 1-2 പേര് അകത്തേക്ക് കയറി വരുന്നു. ഇതാരാണെന്ന് ചോദിക്കുമ്പോഴാണ് ഹീറോയുടെ അമ്മയുടെ ബന്ധുക്കളാണെന്ന് പറയും. ബന്ധുക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ അമ്മയുടെ സഹോദരിമാര്. ഇപ്പൊ ഈ ഫ്യൂണറൽ അറ്റൻഡ് ചെയ്യാനായിട്ടാണ് ഇവർ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അതിനല്ല. അവർ വന്നിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിന്റെ അമ്മ കുട്ടിക്കാലത്ത് തന്നെ ഞങ്ങളുടെ വീട് വിട്ട് പോയതാണ്. അതുമല്ല, ഞങ്ങൾക്ക് പൂർവികമായിട്ട് കുറച്ച് സ്വത്തുകളുണ്ട്. നിന്റെ അമ്മ വീട് വിട്ട് വന്നതുകൊണ്ട് ആ സ്വത്ത് എന്തായാലും അവളുടെ പേർക്ക് എഴുതി വെക്കാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇനി അതിന്റെ പേരും പറഞ്ഞിട്ട് ഒരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവരിവിടേക്ക് വന്നത്. എന്ത് കുടുംബമാണെന്നല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് വന്ന അതേ ദേഷ്യം തന്നെയാണ് ഹീറോയ്ക്ക് ഉണ്ടാവുന്നത്. നിങ്ങൾ ഏത് സമയത്ത് ഏത് സ്ഥലത്ത് വന്ന് എന്ത് കാര്യമാണ് പറയുന്നത്? പിന്നെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ പണമൊന്നും എനിക്ക് വേണ്ട. ഇനി വിശ്വാസമില്ലാന്നുണ്ടെങ്കിൽ ഞാനത് എഴുതി തരാം എന്നെല്ലാം ആദ്യം നല്ലതുപോലെ വഴക്ക് പറയും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ശാന്തമായിട്ട്, ഓക്കെ, എൻ്റെ അമ്മയുടെ ഫോട്ടോ എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ, ഈ ഫ്യൂണറലിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ കയ്യിൽ ഫോട്ടോയും കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയും. ഹീറോ നിർബന്ധിച്ച് ചോദിക്കുന്നുണ്ടെങ്കിലും അവരുടെ കയ്യിൽ ഇല്ല എന്നാണ് പറയുന്നത്. ഇല്ലാന്ന് പറയുന്നതോടെ നിർത്തുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെയല്ല. അവർ പിന്നെ പറയുന്നുണ്ട്, അവളുടെ ഫോട്ടോ വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, വളരെ വികൃതമായിട്ടുള്ളൊരു മുഖമാണ്, അത്ര ഭംഗിയില്ലാത്തൊരു മുഖമാണെന്നെല്ലാം അവരിങ്ങനെ പറയാണ്. അപ്പോൾ ഹീറോ ചോദിക്കും, എന്ത് കാണാൻ കൊള്ളില്ലാന്നോ, എന്താ അമ്മയുടെ മുഖത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു എന്നെല്ലാം ചോദിക്കുമ്പോൾ, അങ്ങനെയൊന്നുമില്ല, പക്ഷെ അവൾ കൊള്ളത്തില്ല, വൃത്തികേടാണ് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും പറയുമ്പോഴത്തേക്കും ഹീറോയ്ക്ക് ഇത് കേട്ടിട്ട് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് ഹീറോ ചോദിക്കും, അല്ല, നിങ്ങൾ എപ്പോഴും എൻ്റെ അമ്മയെ കാണാൻ കൊള്ളില്ല എന്ന് പറയുന്നുണ്ട്. കുട്ടിക്കാലത്ത് നിങ്ങൾ വീട് വിട്ട് വന്നതല്ലേ, അതിനുശേഷം അമ്മ വളർന്നിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അല്ല, നിങ്ങൾ പറയുന്നുണ്ടല്ലോ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ അമ്മ വീട് വിട്ട് ഓടിപ്പോയെന്ന്, ഒരുപക്ഷെ അമ്മ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണെങ്കിലോ, അതിനെപ്പറ്റി നിങ്ങൾ അന്വേഷിച്ചോന്ന് ചോദിക്കുമ്പോൾ അതിലൊരു സ്ത്രീ പറയും, അങ്ങനെയൊന്നുമില്ല, നിന്റെ അമ്മ വാ വെച്ചിട്ട് വെറുതെ ഇരുന്നെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവത്തില്ലായിരുന്നു, ഞങ്ങളുടെ കുടുംബം നല്ലതുപോലെ പോവുമായിരുന്നു. വേറൊന്നുമില്ല, ഹീറോയുടെ അമ്മ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവരുടെ അച്ഛനും അതേപോലെ തന്നെ വേറൊരു സ്ത്രീയായിട്ട് കുറച്ച് അഫെയറിലായിട്ടുള്ള, അവർ തമ്മിൽ റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന ആ ഒരു കാര്യം ഹീറോയിന്റെ അമ്മ കാണുമായിരുന്നു. അന്ന് കുട്ടിയായിരുന്നല്ലോ. അവരുടെ അമ്മയോട് ഇതുപോലെ അച്ഛനും വേറൊരു സ്ത്രീയും വസ്ത്രമൊന്നും ഇല്ലാതെ കണ്ടു എന്ന് കുട്ടിയായ ഹീറോയുടെ അമ്മ പറഞ്ഞതുകൊണ്ട്, അതേപോലെ അയൽക്കാരോടും ഈ കാര്യങ്ങൾ കുട്ടിയായതുകൊണ്ട് ഈ അഫെയർ ആണ്, അത് വലിയ നാണക്കേടായിട്ടുള്ള കാര്യമാണ് എന്നൊന്നും അവർക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അയൽക്കാരോട് എല്ലാവരോടും ഈ കാര്യം പറഞ്ഞിരുന്നു. ഇത് കാരണം ഹീറോയുടെ മുത്തശ്ശി എന്ന് വെച്ചാൽ അമ്മയുടെ അമ്മ അവന്റെ അമ്മയെ കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് അടിച്ചിരുന്നു. ആ സമയത്ത് ഒരു 4-5 ദിവസം റൂമിൽ നിന്ന് വരെ പുറത്തിറങ്ങില്ല, അതുപോലെയാണ് അടിച്ചത്. അതിനുശേഷമാണ് അമ്മയുടെ സ്വർണ്ണവും കാര്യങ്ങളെല്ലാം എടുത്തിട്ട് അവള് വീട് വിട്ട് ഓടിപ്പോയത്. ഞങ്ങളുടെ അമ്മയ്ക്ക് അവളൊരു മകളല്ല, ഒരു കള്ളി മാത്രമാണ്. അങ്ങനെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഹീറോയുടെ അമ്മയെ പറ്റി അവരുടെ സഹോദരിമാര് തന്നെ പറയുന്നത്. ഇപ്പൊ തന്റെ അമ്മയെ പറ്റി ഇത്രയും കാര്യങ്ങൾ അവർ പറയുമ്പോഴത്തേക്കും ഹീറോ തിരിച്ചു ചോദിക്കും, അല്ല, നിങ്ങളുടെ അച്ഛൻ നല്ലതുപോലെ നടന്നിരുന്നെങ്കിൽ ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും സംഭവിക്കില്ലായിരുന്നു. ഇപ്പൊ തെറ്റ് കണ്ടിട്ട് അത് ചൂണ്ടിക്കാണിച്ചപ്പോ എന്റെ അമ്മ കുറ്റക്കാരിയായില്ലേ? അയാൾ ചെയ്ത തെറ്റിനെ അയാളെയാണ് ചോദ്യം ചെയ്യേണ്ടത്, പക്ഷെ എന്റെ അമ്മയെ ശിക്ഷിച്ചു. ഇതിലേക്ക് എന്ത് ന്യായമാണുള്ളത്? സ്വന്തം സഹോദരിമാരായിട്ടുള്ള നിങ്ങൾ തന്നെ എന്റെ അമ്മ എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എന്നെല്ലാം അവരോട് നല്ലതുപോലെ ദേഷ്യപ്പെട്ടിട്ട് പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഒരു സിഗരറ്റ് എടുത്ത് വലിക്കാണ്. അപ്പോഴാണ് ഹീറോയിൻ കുറച്ച് ദൂരെയായിട്ട് ഇരുന്നിട്ട് ഈ അകത്ത് നടന്ന കാര്യങ്ങളെല്ലാം അവൾ കേട്ടിരുന്നു. അതുകൊണ്ട് തന്റെ ടീമിനോട് അവൾ വിളിച്ച് പറയാണ്, ഞങ്ങൾ ഈ ഒരു ഡോക്യുമെന്ററിയിൽ ഈ കുടുംബത്തിലെ ഒരു സ്ത്രീയുണ്ട്, അയാളുടെ ഭാര്യ, അവരെ പറ്റിയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ആഡ് ചെയ്യാൻ പോവാണ്, അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നെല്ലാം പറഞ്ഞു. ഇപ്പോൾ ഹീറോയുടെ ഫാമിലിയിലെ ഈ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ഈ ഡോക്യുമെന്ററിയിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇപ്പൊ ആ ഒരു അസ്ഥിയെല്ലാം മാറ്റുന്നതിന് മുന്നേ ഫാമിലി എല്ലാവരെയും കാണിക്കാൻ വേണ്ടി അകത്തേക്ക് കൊണ്ടുവരാണ്. അങ്ങനെ അവരെല്ലാവരെയും കാണിച്ചിട്ട് ഇപ്പോൾ വെളിയിലേക്ക് വരുമ്പോൾ ഹീറോയും വിളിക്കും. വേറൊന്നുമല്ല, ഇന്നലെ രാത്രി മുതൽ തന്നെ ഹീറോയിന് ഹീറോയുടെ അമ്മയുണ്ടല്ലോ, അവരെ പറ്റിയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് അത്രയും ആകാംക്ഷയായി. അതുകൊണ്ട് ഹീറോയെ വിളിച്ചിട്ട് ഇതുപോലെ പറയും, നിന്റെ അമ്മയും അച്ഛനും ആദ്യമായിട്ട് കണ്ട ഒരു സ്ഥലമുണ്ട്, അതൊരു ഗാർമെന്റ് ഫാക്ടറി. ആ ഫാക്ടറിയിലാണ് നിന്റെ അമ്മയും ജോലി ചെയ്തത്. അവിടെ വർക്ക് ചെയ്തിരുന്ന മറ്റു ചില ആളുകളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നാളെ തന്നെ അവരെ പോയി കണ്ടാലോ എന്ന് ചോദിക്കുമ്പോൾ, ഓക്കെ, എന്തായാലും ഹീറോ വെറുതെ ഇരിക്കാതെ തന്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചത്, തന്റെ അമ്മ എങ്ങനെയാണ് മരിച്ചത് എന്നെല്ലാം കണ്ടുപിടിക്കാം എന്നെല്ലാം തീരുമാനിച്ചിട്ട് അവരോടൊപ്പം പോകാനായിട്ട് തീരുമാനിക്കും. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഹീറോ നേരെ ഹീറോയിനെ പോയി കണ്ടിട്ട് ഇവര് രണ്ടുപേരും ആ ഒരു ഗാർമെന്റ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ഒരു 3 പേരുണ്ട്. അവരെ 3 പേരെ ഒരു റെസ്റ്റോറന്റിൽ പോയിട്ട് കാണുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടേക്ക് ചെന്നിട്ട് ഹീറോ ഒരിക്കലും അവരുടെ മകനാണെന്നുള്ള കാര്യം ഇവരോട് പറയത്തില്ല. ഒരുപക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്തെങ്കിലും രഹസ്യങ്ങൾ ഒളിപ്പിക്കുന്നുണ്ടെങ്കിൽ
അത് ചിലപ്പോൾ പറയത്തില്ലല്ലോ. അതുകൊണ്ട് ഇവർ രണ്ടുപേരും പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിലാണ് ജോലി ചെയ്യുന്നത്. ആ സ്ത്രീയുടെ മരണകാരണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ നിങ്ങളെ അന്വേഷിച്ച് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഇവർ മൂന്നുപേരും പറയും, സത്യം പറയല്ലോ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ തന്നെയാണ് 40 വർഷങ്ങൾക്ക് മുന്നേ അവൾ എവിടേക്ക് ഓടിപ്പോയെന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിച്ചത്. പക്ഷെ ഇങ്ങനൊരു മരണം അവൾക്ക് സംഭവിച്ചെന്ന് ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. അതുമല്ല, ഇവർ മൂന്നുപേരും ഹീറോയുടെ അമ്മയെപ്പറ്റി സംസാരിക്കുമ്പോൾ അവർക്ക് അത്ര ഭംഗിയില്ല, ഒരു വൃത്തികെട്ട മുഖമാണ് എന്നല്ല ഇവരും ഹീറോയുടെ അമ്മയെപ്പറ്റി വളരെ മോശമായിട്ട് പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ അവരുടെ ക്യാരക്ടർ അല്ല, അവരുടെ മുഖം കൊള്ളത്തില്ല, വലിയ ഭംഗിയില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അതുമല്ലാതെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അത് 40 വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ചൊരു കാര്യം. ആ കാലഘട്ടത്തിൽ കൊറിയയിൽ ഈ കമ്പനികളെല്ലാം വളർന്നു വരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഒരു വലിയ തുണി കമ്പനിയിലാണ് ഈ പീസുകളെല്ലാം ചെക്ക് ചെയ്യുന്നൊരു ജോലി ഹീറോയുടെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അതും ഒരു നിമിഷം പോലും റെസ്റ്റ് എടുക്കാത്ത ജോലി. അങ്ങനെ ഒരു ദിവസം അവർക്ക് നല്ലതുപോലെ മൂത്രം ഒഴിക്കാനായിട്ട് വന്നു. സഹിക്കാൻ കഴിയുന്നില്ല, പിടിച്ചു നിൽക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് മാനേജറിനോട് ഇതുപോലെ ടോയ്ലറ്റിലേക്ക് പോകണം എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഓക്കെ തരാം, 1 മിനിറ്റ് മാത്രം, അതിനുള്ളിൽ തിരിച്ചു വരണമെന്ന് പറയുന്നത്. ഹീറോയുടെ അമ്മ അതേപോലെ തന്നെ പെട്ടെന്ന് ഈ ടോയ്ലറ്റിലേക്ക് പോകാൻ വേണ്ടി വേറെ വഴിയില്ലല്ലോ, പോയേ മതിയാവൂ. അതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു ടോയ്ലറ്റിന്റെ അടുത്തേക്ക് പോയി. പക്ഷെ അവിടെയാണെങ്കിലോ വേറെ ഒരുപാട് സ്ത്രീകളും ഉണ്ടായിരുന്നു. അവരെല്ലാവരും വരി വരിയായിട്ട് നിൽക്കാണ്. അപ്പൊ അത്രയും നേരം വരിയിൽ കാത്തുനിന്ന് എന്തായാലും പോകാനായിട്ട് കഴിയത്തില്ല. അതുമല്ല, അവർ മാനേജർ കൊടുത്ത സമയവും കഴിഞ്ഞു. അതുകൊണ്ട് വേറെ വഴിയില്ലാതെ പെട്ടെന്ന് അവർ തിരിച്ച് വീണ്ടും ജോലിയിലേക്ക് തന്നെ കടക്കാണ്, എന്തെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഇത്രയും നേരം ഈ ഒരു മൂത്രമെല്ലാം പിടിച്ചു നിൽക്കുമ്പോഴത്തേക്കും കഴിയത്തില്ലല്ലോ. അവസാനം അവിടെ നിന്ന് തന്നെ അതങ്ങ് സാധിക്കാണ്. ഇപ്പൊ ഈ ഒരു സംഭവം ഇവർ പറഞ്ഞിട്ട് ഹീറോയുടെ അമ്മയെ കളിയാക്കി പറഞ്ഞിട്ട് അവർ പറയുന്നുണ്ട്, അന്ന് അവൾ അങ്ങനെ ചെയ്തതല്ലായിരുന്നു വൃത്തികേട്, അതിലും വൃത്തികേടാണ് അവളുടെ മുഖം എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അത് പറയുന്നത് കൂടി അല്ലാതെ അത് പറഞ്ഞ് ചിരിക്കുകയും കൂടി ചെയ്യുന്നു. ഇതെല്ലാം കേൾക്കുന്ന ഹീറോയ്ക്ക് എങ്ങനെ ഉണ്ടാവും? തന്റെ അമ്മയെ പറ്റിയാണ് പറയുന്നത്, പക്ഷെ അവരുടെ മുന്നിൽ താനാണ് അവരുടെ മകൻ എന്ന് പറയാനായിട്ട് ഹീറോയെ കൊണ്ട് കഴിയത്തില്ല. എന്നാൽ ഹീറോ തന്റെ മുഖത്ത് അതൊന്നും കാണിക്കാതെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഹീറോയിൻ അവരോട് ചോദിക്കും, ശരി ആ സ്ത്രീയുടെ ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അങ്ങനെ അവളുടെ ഫോട്ടോ ആരുടെ കയ്യിലും ഉണ്ടാകത്തില്ല. പിന്നെ ഒരു കാര്യം നിങ്ങൾ നോക്കിക്കോ, ഒരുപക്ഷെ ആ ഒരു ഫാക്ടറിയിലുണ്ടാവും. കാരണം ആ കാലഘട്ടത്തിൽ ജോലിക്ക് ചേരുന്നവരുടെ ഫോട്ടോ എല്ലാം പ്രൂഫിന് വേണ്ടി എടുത്തു വെക്കുമായിരുന്നു. നിങ്ങൾ അങ്ങനെ ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, ശരി ആ ലേഡിക്ക് ആ ഫാക്ടറിയിലെ ശത്രുക്കളായിട്ടോ അല്ലെങ്കിൽ വഴക്കുണ്ടാകുന്ന എന്തെങ്കിലും സംഭവങ്ങളോ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവർ പറയും, അങ്ങനെയൊന്നും ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. കാരണം എല്ലാവരും അവളെ കളിയാക്കും, അവളെ കാണാനും വലിയ ഭംഗിയില്ലാന്നേ ഉള്ളൂ, ആള് പാവമാണ്, അതുകൊണ്ട് അവൾക്ക് വലിയ ശത്രുക്കളോ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയും. അപ്പോഴാണ് ഇതിന്റെ കൂട്ടത്തിലുള്ള ഒരു അപ്പൂവൻ പറയുന്നത്, അല്ലല്ല, അവസാനമായിട്ടും അവൾക്കും ഞങ്ങളുടെ കമ്പനിയിലെ ആ ഒരു ബോസിനും എന്തോ ഒരു വഴക്കുണ്ടായതായിട്ട് ഞാൻ കേട്ടിരുന്നു എന്നാ ഒരു അപ്പൂവൻ പറയുമ്പോഴത്തേക്കും അടുത്തിരിക്കുന്ന അമ്മൂമ്മ പറയും, അങ്ങനെയൊന്നും സംഭവിക്കാൻ ഒരു സാധ്യതയില്ല, നമ്മുടെ ബോസ് അത്രയും നല്ലവനായിട്ടുള്ള ആളാണ്, അതുമല്ല അവളും ഒരു പാവം, അവര് തമ്മിൽ ഒരിക്കലും അങ്ങനെ ഒരു വഴക്കൊന്നും ഉണ്ടാകത്തില്ല, അതൊക്കെ വെറുതെ ആരെങ്കിലും പറഞ്ഞതായിരിക്കും എന്നെല്ലാം അവർ പറയുന്നുണ്ട്. ഇപ്പൊ ഇത് കേൾക്കുന്ന ഹീറോയിൻ ആണെങ്കിലോ ക്യൂരിയോസിറ്റിയിൽ ഓക്കെ എന്തോ ആവട്ടെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പറയാനായിട്ട് പറയുമ്പോൾ അവർ പറയും, ഇല്ല ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും അറിയത്തില്ല, പക്ഷെ അതിൽ കിം എന്ന് പറഞ്ഞൊരു ലേഡി ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവളോട് ചോദിക്കാം, ചിലപ്പോൾ അവള് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമെന്ന് പറയുന്നതും. അങ്ങനെ ഇവരിൽ നിന്നും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ഇവർ രണ്ടുപേരും വെളിയിലേക്ക് വരുമ്പോൾ ഹീറോയിൻ തന്റെ ടീമിലുള്ള ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്, ഇതുപോലെ ആ ഒരു കമ്പനി നടത്തിയിരുന്ന ബോസ് കൂടാതെ ആ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന കിം എന്ന് പറഞ്ഞ ലേഡിയെ പറ്റി നിങ്ങൾ അന്വേഷിക്കണമെന്ന്. അപ്പൊ ഇത്രയാകുമ്പോൾ തന്നെ നമ്മുടെ ഹീറോയ്ക്ക് എന്തോ പോലെ ആയിട്ട് ഹീറോയിനോട് പറയും, അതെ ഇനിയുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ അന്വേഷിച്ചോളാം, ഇതുവരെ നിങ്ങൾ അന്വേഷിച്ചതും മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് പറയുമ്പോൾ അവള് പറയും, അതൊന്നും കഴിയത്തില്ല, പാതി വഴിയിലൊന്നും വിട്ടിട്ട് പോകാൻ കഴിയത്തില്ല, നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കണ്ട, അവസാനം വരെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും ഒരു ജേർണലിസ്റ്റ് ആയിട്ട് ഞാൻ, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറഞ്ഞ് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും ഇവരുടെ ടീം കിം എന്ന് പറഞ്ഞ ഒരു വയസ്സുള്ള സ്ത്രീ ഉണ്ടല്ലോ അവരെ കണ്ടുപിടിച്ചു. അങ്ങനെ അവിടെയും ഇവർ രണ്ടുപേരും ചെന്നിട്ട് ഹീറോയുടെ അമ്മയെ പറ്റി ചോദിക്കാണ്. ഇവിടെയും പറയുന്നില്ല ഹീറോ ഇതുപോലെ അവരുടെ മകനാണെന്നുള്ള കാര്യം. അപ്പോൾ കിം എന്ന് പറഞ്ഞ ഈ ഒരു സ്ത്രീയും ഹീറോയുടെ അമ്മയെ മറ്റുള്ളവർ പറയുന്നത് പോലെ തന്നെയാണ് ഹീറോയുടെ അമ്മയെ വളരെ മോശമായിട്ടാണ് പറയുന്നത്, അവരെ കാണാൻ കൊള്ളത്തില്ല, വളരെ വൃത്തിയായിട്ടൊരു സ്ത്രീയാണ് എന്നെല്ലാം. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം അവർ പറയുന്നുണ്ട്, അവൾ എന്റെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്തിരുന്നു, ഒരുപക്ഷെ അത് കാരണമായിരിക്കാം അവൾ കാണാതായത് എന്നൊരു പുതിയ ടെസ്റ്റ് ഇവർ പറയുമ്പോൾ. അപ്പൊ ആ സംഭവം എന്താണെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോഴത്തേക്കാണ് അവർ പറയുന്നത്, ഒരു ദിവസം എല്ലാവരും ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പോകുമ്പോൾ കിം എന്ന് പറഞ്ഞ ഒരു സ്ത്രീ മാത്രം ആ ഫാക്ടറിയിലിരുന്ന് കരയുമായിരുന്നു. അപ്പോൾ ഹീറോയുടെ അമ്മ അവിടേക്ക് വന്നിട്ട് അവരോട് കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ കമ്പനിയിലെ ആ ബോസ് ഉണ്ടല്ലോ അയാള് ഇവരോട് മോശമായിട്ട് പെരുമാറി, ഇവരെ ഉപദ്രവിച്ചു എന്ന് അവർ പറയും. അതുമല്ല അവർക്ക് സംഭവിച്ച ആ ഒരു കാര്യം വെളിയിൽ ആരോടും പറയാൻ കഴിയത്തില്ല, കാരണം വേറെ ഒന്നുമല്ല, ആ ഫാക്ടറിയുടെ ഓണർ അയാളെ ബാക്കിയുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു.
എല്ലാവർക്കും കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ശമ്പളം കൊടുക്കുക, എല്ലാവരുടെയും കാര്യങ്ങൾ തിരക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ ഇതുപോലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിൽ അത് ആരും വിശ്വസിക്കത്തില്ല. അതുമല്ല, ഒരു ബോസ് ആണെങ്കിലും തന്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന പെൺകുട്ടികളുടെ എല്ലാവരുടെയും ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് തന്റെ ക്യാമറയിൽ എടുക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു. അത് നല്ല വിധത്തിലാണ് അയാൾ ഫോട്ടോ എടുക്കുന്നത്. ഇങ്ങനെയുള്ള ഒരാള് എന്നെ റേപ്പ് ചെയ്തു എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത് വിശ്വസിക്കത്തില്ല. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കേട്ട ഹീറോയുടെ അമ്മ ഈ കാര്യങ്ങളെല്ലാം കേട്ടതോടെ ഒരിക്കലും വീട്ടിലേക്ക് വന്നിട്ട് തന്റെ ഭർത്താവായിട്ടുള്ള ഹീറോയുടെ അച്ഛനോട് ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും പറയത്തില്ല. പക്ഷേ മറ്റൊരു കാര്യം മാത്രമാണ് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചത്. മറ്റുള്ളവരുടെ മുന്നിൽ നല്ലവനായിട്ടും ഉള്ളിൽ വളരെ മോശമായിട്ടും ജീവിക്കുന്ന ഒരുത്തൻ, അവന് നിങ്ങൾ നല്ലവനായിട്ടാണോ അതോ മോശമായിട്ടുള്ളൊരു വ്യക്തിയായിട്ടാണോ വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയുടെ അച്ഛന് മറുപടി പറയാൻ കഴിഞ്ഞില്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം ഹീറോയുടെ അമ്മ ജോലിക്ക് ഫാക്ടറിയിലേക്ക് വരുമ്പോൾ കിം എന്ന് പറഞ്ഞ ആ ഒരു സ്ത്രീ മാത്രം ജോലിക്ക് വന്നില്ലായിരുന്നു. അവർക്ക് എന്ത് സംഭവിച്ചെന്ന് ആ ഒരു മാനേജറിനോട് ചോദിക്കുമ്പോൾ മാനേജർ പറഞ്ഞത് അവര് വലിയ രീതിയിൽ ജോലിയൊന്നും ചെയ്യത്തില്ല, അവളെ ജോലിയിൽ നിന്ന് പുറത്താക്കാനായിട്ടാണ് ഞങ്ങളിപ്പോൾ നോക്കുന്നത്. ഇത് കേട്ട ഹീറോയുടെ അമ്മയാണെങ്കിലോ ദേഷ്യപ്പെട്ട് നേരെ ആ ഒരു ബോസിന്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് അയാളോട് പറയും, നീ അവളെ ഉപദ്രവിച്ചത് കൊണ്ടാണ് അവൾക്ക് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. അവൾ കറക്റ്റായിട്ട് ജോലിക്ക് വരുന്നില്ല. അവൾ ജോലിക്ക് വരാത്തത് കാരണം വെച്ചുകൊണ്ട് അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ശ്രമിക്കുന്നു. അല്ല, എന്താ നിങ്ങളെല്ലാം വിചാരിച്ചിരിക്കുന്നേ എന്നെല്ലാം ആ ബോസിനെ നല്ലതുപോലെ വഴക്ക് പറയുമ്പോൾ അയാൾ തിരിച്ച് ഹീറോയുടെ അമ്മയെ നല്ലതുപോലെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞുവിടും. തിരിച്ച് വീട്ടിലേക്ക് വന്ന അവർക്കാണെങ്കിലോ ഇതൊരിക്കലും സഹിച്ചുകൊണ്ടിരിക്കാനായിട്ട് കഴിയുന്നില്ല. അവർക്ക് ഇതിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ബോസിനെ പറ്റി പേപ്പറിൽ ഒരുപാട് കാര്യങ്ങൾ അവർ എഴുതുന്നുണ്ടായിരുന്നു. അതുമല്ല, എഴുതിയ കാര്യമാണെങ്കിലോ അടുത്ത ദിവസം തന്നെ അവിടെയുള്ള മാർക്കറ്റ് മുഴുവനായിട്ടും എല്ലാവരുടെ കയ്യിൽ കൊടുത്ത് ആ ബോസിനെ പറ്റി മോശമായിട്ടുള്ള കാര്യങ്ങൾ, അയാൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് എന്നെല്ലാം എല്ലാവരെയും അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഈ കാര്യം ആ കമ്പനിയിലെ ആ ഒരു ബോസും കാണുന്നു. അപ്പോൾ ഇന്നലെയാണ് ഹീറോയുടെ അമ്മ ഇതുപോലെ അയാളോട് വഴക്കിടാനായിട്ട് പോയത്. അതുകൊണ്ട് ഈ കാര്യം ചെയ്തതും അവരാണെന്ന് ഈ ബോസിന് മനസ്സിലായി. അപ്പോൾ ആ ഒരു ബോസ് ഹീറോയുടെ അമ്മയെ ഡയറക്റ്റ് ആയിട്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാതെ ആ ഒരു മാനേജറിനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ പറയുമ്പോഴത്തേക്കും ഈ മാനേജർ വന്നിട്ട് അവരോട് ദേഷ്യപ്പെട്ട്, നീ എന്തിനാ അങ്ങനെയല്ല ചെയ്യുന്നത്, ബോസിനോട് ഇതുപോലെല്ലാം കാണിക്കുന്നതെല്ലാം ചോദിച്ചിട്ട് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ ഹീറോയുടെ അമ്മയാണെങ്കിലോ കറക്റ്റ് ന്യായമായിട്ടുള്ള രീതിയിൽ മറുപടി പറയുന്നുണ്ട്. അവരുടെ കയ്യിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവരെ പെട്ടെന്ന് ജോലിയിൽ നിന്ന് പുറത്താക്കാനും കഴിയത്തില്ല. അതുപോലെയാണ് അവർ സംസാരിച്ച് നിൽക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ട കിം ആണെങ്കിലോ അവര് നേരെ വന്നിട്ട് ഹീറോയുടെ അമ്മയെ ഒരൊറ്റയടി എന്നിട്ട് പറയും, ബോസിനെ പറ്റി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കരുത് എന്ന് പറഞ്ഞു. അവരന്ന് പോകുന്നതാണ്. പിന്നീട് ഒരിക്കലും ഹീറോയുടെ അമ്മയെ അവർ കണ്ടിട്ടില്ല. ഇപ്പൊ കിം എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഹീറോയുടെ അമ്മയെ അതുപോലെ അടിക്കാനായിട്ട് കാരണം എന്താണെന്നറിയോ? ആ കാലഘട്ടത്തിലെ ഇതുപോലെ ഏതെങ്കിലും ഒരു സ്ത്രീക്കെതിരായിട്ട് ഈ സെക്ഷുവലി അബ്യൂസീവ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കേസോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ആ സ്ത്രീ ആരാണ്, അവരെവിടെയുള്ളവരാണ് എന്നെല്ലാം അന്വേഷിക്കാനായിട്ടായിരിക്കും ആ കാലഘട്ടത്തിലെ ആളുകൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഏറ്റവും വലിയ നാണക്കേട് ആ ഒരു സ്ത്രീക്കായിരിക്കും. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല, അതുപോലെയൊക്കെ തന്നെയാണ്. മാറ്റമുണ്ടോ ഇല്ലെന്ന് നിങ്ങൾ തന്നെ പറയും. അതുപോലെ ഇവരെ പറ്റി ഹീറോയുടെ അമ്മ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴത്തേക്കും അത് അവർക്ക് തന്നെയല്ലേ നാണക്കേട്. അവരൊരു മോശമായിട്ടുള്ള സ്ത്രീയായിട്ട് എല്ലാവരും ചിത്രീകരിക്കും. ഇത് കാരണമാണ് ഹീറോയുടെ അമ്മയെ അവരന്ന് അടിച്ചത്, തന്റെ കാര്യം പുറത്താരോടും പറയാതിരിക്കാൻ വേണ്ടി. പക്ഷെ ഇന്ന് കിം എന്ന് പറഞ്ഞ ഒരു സ്ത്രീ ഹീറോയുടെ അമ്മയെ തടഞ്ഞതുകൊണ്ട് തന്നെ അവരിപ്പോ ഭയങ്കരമായിട്ട് കുറ്റബോധം അനുഭവിക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ആ ബോസ് ആണെങ്കിലോ അന്നത്തോടെ അത് നിർത്തിയെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. അത് കഴിഞ്ഞും ഒരുപാട് സ്ത്രീകളെ അയാൾ ഇതുപോലെ ദ്രോഹിക്കാൻ തുടങ്ങി. അപ്പൊ ആ ഒരു സംഭവങ്ങൾക്ക് ശേഷമാണ് ഹീറോയുടെ അമ്മയെ കാണാതായത്. അതുകൊണ്ട് ഞങ്ങളുടെ ഫാക്ടറിയിലെ ആ ഒരു മുതലാളി അവരെ കൊന്നാലും അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല എന്ന് കിം പറയുന്നതും. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ കേട്ടതിന് ശേഷം ഇവര് രണ്ടുപേരും തിരിച്ച് കാറിലേക്ക് വന്നിരിക്കും. അപ്പോഴാണ് ഹീറോയിൻ കരഞ്ഞുകൊണ്ട്, ഓ നിന്റെ അമ്മയ്ക്ക് ഇതുപോലുള്ള സ്റ്റോറികളൊക്കെ ഉണ്ടായിരുന്നു, ഇതിനെപ്പറ്റി നിന്റെ അഭിപ്രായം എന്താണ്, എല്ലാം തുറന്നു പറയാൻ പറയുമ്പോൾ ഇത് കാണുന്ന ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇപ്പൊ ഇവള് വിഷമിക്കുന്നതിനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതെ, കാരണം വേറെ ഒന്നുമല്ല, അവൾ അങ്ങനെ അഭിനയിക്കുകയാണ്. ഇപ്പൊ ഹീറോ പറയുന്ന കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഒരു ബാഗിനുള്ളിൽ അവൾ ക്യാമറ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം അവളുടെ ഡോക്യുമെന്ററിക്ക് വേണ്ടി അവനോട് അഭിനയിച്ചാണ് ഇതുപോലെല്ലാം സംസാരിക്കുന്നത്. അതൊരിക്കലും റിയൽ അല്ല. അത് കാണുമ്പോൾ ഹീറോയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് ഹീറോ അതിനുള്ള മറുപടി ഒന്നും പറയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് രണ്ടുപേരും പോകുന്നത് ആ ഒരു ഫാക്ടറിയിലെ ഓണറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ബോസ് ഉണ്ടല്ലോ അയാള്. ഇപ്പൊ അയാൾക്ക് ഫാക്ടറിയും കാര്യങ്ങളൊന്നുമില്ല, ഒരു പിച്ചക്കാരനായിട്ട് ഒരു ചെറിയ വീട്ടിലാണ് അയാൾ കഴിയുന്നത്. അങ്ങനെ ആ ഒരു വീട് കണ്ടുപിടിച്ച് അകത്തേക്ക് ചെല്ലുമ്പോൾ അയാള് വയ്യാണ്ട് വീടിനകത്ത് തന്നെ കിടക്കുകയാണ്. അങ്ങനെ അവിടേക്ക് ചെന്നിട്ട് ഇതുപോലെ ഞങ്ങൾ ടിവിയിൽ നിന്നാണ് വരുന്നത്, നിങ്ങളെ കമ്പനിയിൽ ജോലി ചെയ്ത ഒരു സ്ത്രീയെ പറ്റി ചോദിക്കാനാണെന്നെല്ലാം പറയുമ്പോൾ ആദ്യം അയാൾ പറയാനായിട്ട് കുറെ കാര്യങ്ങൾ മടിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ തയ്യാറാവുന്നില്ല. അപ്പോൾ ഇവർ കുറച്ച് പണവും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അയാൾ സംസാരിക്കാനായിട്ട് തയ്യാറാവുന്നത്. എന്നിട്ട് അയാൾ പറയും, ഓ ആ ഒരു വൃത്തിയായിട്ട് സ്ത്രീയെ പറ്റിയാണോ, അവളെ പറ്റി അങ്ങനെ വലുതായിട്ട് പറയാനൊന്നുമില്ല. അല്ല, അവളെ കൊന്ന അവളുടെ ഭർത്താവ് ആ ഒരു കണ്ണ് കാണാൻ കഴിയാത്ത അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് ഇയാളൊരു കാര്യം പറയുന്നതും ഇതൊരു ബോംബിട്ടതുപോലെ ആയിപ്പോയി ഈ ഒരു ടെസ്റ്റ്.
ഇത് കേൾക്കുന്ന ഹീറോയിനും പെട്ടെന്ന് ഞെട്ടുകയാണ്. ഇങ്ങനൊരു ടെസ്റ്റ് ഇവർ രണ്ടുപേരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോഴേക്കും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഈ ബോസും അയാളുടെ സുഹൃത്തുക്കളും അതേപോലെ തന്നെ എല്ലാവരും ചേർന്ന് ഈ മദ്യവെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഹീറോയുടെ അച്ഛൻ ലിം ഉണ്ടല്ലോ, അവനകത്തേക്ക് കയറി വരുന്നത്. അതുമല്ല, ലിമ്മിന്റെ ആ ഒരു കാലഘട്ടത്തിലെ കഴിവ്, ഇതുപോലെ ആ ഒരു സ്റ്റാമ്പ് ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ, ആ ഒരു സ്റ്റാമ്പ് മെഷീൻ അതുണ്ടാക്കാനുള്ള കഴിവ് കാരണം ലിമ്മിനെ ഇവർ ഒരുപാട് പ്രശംസിക്കുന്നുണ്ട്. നിന്നെപ്പോലെ ഒരു കഴിവ് വേറെ ആർക്കുമില്ല, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് നീ ഇത് ചെയ്യുന്നുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ച് അയാൾക്ക് മദ്യമെല്ലാം കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും കുടിച്ചിട്ട് ബാക്കി എല്ലാവരും നല്ല ബോധത്തിലേക്ക് കിടക്കുമ്പോൾ ആ ബോസ് ഇപ്പോ ലിമ്മിനോടൊരു കാര്യം പറയുന്നുണ്ട്. അതേ ലിം, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ ബോസ്, പറയ്. നിന്റെ ഭാര്യ ആവശ്യമില്ലാതെ എന്റെ കാര്യങ്ങളിൽ ഇടപെടുന്നു. അത് അവളോട് സ്റ്റോപ്പ് ചെയ്യാൻ പറയുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നിനക്കറിയാലോ, നിനക്ക് ഞാൻ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനിയും അവൾ എന്റെ വഴിക്ക് എതിരെ വന്നു കഴിഞ്ഞാലേ അത് നിനക്ക് നിന്റെ കുടുംബത്തിനും വലിയ ദോഷമായിരിക്കും. നിങ്ങളെ തീർക്കാനായിട്ട് എനിക്ക് വലിയ സമയമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ലിമ്മിനെ അവൻ ഭീഷണിപ്പെടുത്തും. അങ്ങനെ ഇതെല്ലാം കേട്ട ലിം ആണെങ്കിലോ പേടിച്ചിട്ട് തന്റെ ഭാര്യ എന്താണ് ചെയ്തതെന്ന് പോലും അറിയാതെ വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കാണ് അവൾ അന്ന് പേപ്പറിൽ ഈ ഒരു ബോസിനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരുന്നല്ലോ, ആ കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ അടുത്ത ദിവസം ഈ ഫാക്ടറി ഓണറിനെ, ആ ബോസിനെ എല്ലാവരും കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഇത് കാരണം ബോസിന് നല്ല ദേഷ്യമായിട്ട് ഹീറോയുടെ അമ്മയ്ക്ക് ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ കുറച്ച് റൗഡികളെ ഏർപ്പാടാക്കി അവരെ നല്ലതുപോലെ അടിക്കാൻ പറയും. എന്താന്ന് വെച്ചാൽ 5-10 ദിവസം എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അവരെ അടിക്കാൻ പറയുന്നതും. അതുപോലെ തന്നെ ആ ഒരു റൗഡികൾ വന്നിട്ട് ലിമ്മും അയാളുടെ ഭാര്യയും നടന്നു പോകുമ്പോൾ അവരെ വന്ന് തടഞ്ഞ് അവരെ നല്ലതുപോലെ ഉപദ്രവിക്കുന്നു. അതും പ്രത്യേകിച്ച് അയാളുടെ ഭാര്യയെ. കണ്ണു കാണാൻ കഴിയാത്ത ലിമ്മ് ഒരുപാട് പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ അവർ കേൾക്കുന്നില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അന്ന് അവരെ അടിച്ച് അവർ കിടപ്പിലാവുമെന്നാണ് ഇവർ വിചാരിച്ചത്. പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിച്ചില്ല. ഹീറോയുടെ അമ്മ അടുത്ത ദിവസം തന്നെ വീണ്ടും ആ ഒരു ബോസിനോട് പോയിട്ട് വഴക്കുണ്ടാക്കാണ് ചെയ്തത്. ഇതുകൂടിയാവുന്നത് ആ ബോസിന് നല്ല ദേഷ്യമായി. ഇന്നലെയാണ് അവരെ അടിച്ചിട്ട് വരാൻ പറഞ്ഞത്. അവർ വീണ്ടും വന്ന് വഴക്കിടുന്നു. അതുകൊണ്ട് അവരെ കൊല്ലാനായിട്ട് തന്നെ അവന്റെ ആ ഒരു റൗഡികളോട് പറയുമ്പോഴത്തേക്കും അവരെല്ലാവരും അതനുസരിച്ച് അടുത്ത ദിവസം രാത്രി ഹീറോയുടെ അമ്മയെ കൊല്ലാനായിട്ട് പോവാണ്. അങ്ങനെ വീടിനടുത്തേക്ക് നടന്നു ചെല്ലുമ്പോഴാണ് ലിം ഉണ്ടല്ലോ, അവൻ തന്റെ ഭാര്യയെ അവരുടെ ശരീരം ചുമന്നുകൊണ്ടിങ്ങനെ നടന്നു വരുന്നു. അതുപോലെ അയാൾക്ക് കണ്ണു കാണാൻ കഴിയാത്തതുകൊണ്ട് ഈ ഒരു റൗഡികൾ ഇവിടെ വന്ന കാര്യം അയാൾ ഒരിക്കലും കണ്ടില്ല. എന്നിട്ട് ലിം എന്താ ചെയ്തെന്നറിയോ, തന്റെ ഭാര്യയുടെ ശരീരം അങ്ങനെ കൊണ്ടുവന്നിട്ട് ആ ഒരു മലയുടെ മുകളിൽ നിന്നും താഴേക്ക് തള്ളിയിടുമായിരുന്നു. അപ്പൊ ഇത് കണ്ട റൗഡികൾക്കാണെങ്കിലോ അത് എളുപ്പമായി. അവരോട് കൊല്ലാൻ പറഞ്ഞതുകൊണ്ട് അവർ കൊല്ലാൻ വന്നു. ഇപ്പൊ അവരുടെ ഭർത്താവ് തന്നെ അവരെ കൊന്നതുകൊണ്ട് ഇവർക്ക് കാര്യം എളുപ്പമായിട്ട് അവര് ലിമ്മിന്റെ ഭാര്യയുടെ ശരീരം അവിടെ കുഴിച്ചു മൂടിയിട്ട് അവരവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് ഈ ബോസ് പറഞ്ഞിട്ട് ഇപ്പൊ ഇവരോട് പറയുന്നുണ്ട്, സത്യത്തിലെ ലിമ്മില്ലേ, അവൻ പിടിക്കപ്പെടാതിരിക്കാൻ കാരണം തന്നെ ഞാനാണ്. അവൻ തന്റെ ഭാര്യയെ കൊന്ന് അവിടേക്ക് കളഞ്ഞ കാര്യം എനിക്കറിയാമായിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ പോലീസിനോട് അത് പറഞ്ഞില്ല. അതുകൊണ്ടാണ് അവൻ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ ജീവിച്ചിരിക്കുന്നത്. അതെന്റെ ഔദാര്യോട് ഇതെല്ലാം പറയുമ്പോഴത്തേക്കും ഇത് കേട്ട ഹീറോ പെട്ടെന്ന് വന്നിട്ട് ആ ബോസിനെ പിടിച്ച് നീ എന്തൊക്കെയാടാ പറയുന്നതെന്ന് ചോദിച്ച് അവനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. അതുമല്ല ഹീറോയിൻ ആണെങ്കിലോ ഇതെല്ലാം റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു റെക്കോർഡർ വാങ്ങിയിട്ട് അങ്ങനെ വലിച്ച് പൊട്ടിച്ച് ആ ദേശത്തിൽ അതെല്ലാം വാരി കളഞ്ഞിട്ടാണ് ഹീറോ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഹീറോ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ഇപ്പൊ തന്റെ അച്ഛനെ കാണുമ്പോഴത്തേക്കും സാധാരണ രീതിയിൽ കസേരയിലേക്ക് ചെന്നിരുന്നു. അച്ഛൻ, ഞാൻ ഇന്ന് ഒരാളെ കാണാനായിട്ട് പോയി. ഒരു ഗാർമെന്റ് കമ്പനിയിലെ ബോസാണ്. അയാളോട് അമ്മയെ പറ്റി ചോദിച്ചപ്പോൾ അമ്മയെ കൊന്നത് നിങ്ങളാണെന്നാണ് അയാൾ പറഞ്ഞത് എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഹീറോയുടെ അച്ഛൻ ലിം ഉണ്ടല്ലോ, അവൻ നിൽക്കാൻ കഴിയാതെ പെട്ടെന്ന് അടുത്തുള്ള സോഫയിലങ്ങിയിരിക്കും. ഇതുകൂടി കാണുന്നത് ഹീറോയ്ക്ക് മനസ്സിലായി എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന്. എന്താ സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ലിം നടന്ന കാര്യം എന്താണെന്ന് പറയുന്നത്. എന്താന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതൽ തന്നെ ലിമ്മിന് കണ്ണ് കാണാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ വളർന്നു വരുമ്പോഴത്തേക്കും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവൻ അനുഭവിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രായം എത്തുമ്പോഴത്തേക്കും തനിക്ക് ആരും എന്തായാലും കൂടെ ഉണ്ടാകത്തില്ല. തന്റെ കാര്യം താൻ തന്നെ നോക്കണം, ജീവിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ആ അച്ഛനുണ്ടാക്കുന്ന കാര്യം അവൻ പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ട് അത് ഒരു തൊഴിലായിട്ട് തന്നെ കൊണ്ടുപോകാന്ന് വിചാരിച്ച് ആ മാർക്കറ്റിൽ ചെറിയൊരു കടയും തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ പല ആളുകളുടെ ഒപ്പുണ്ടല്ലോ, അതുവരെ അച്ചായിട്ട് ചെയ്തു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് എല്ലായിടത്തും ചെന്നിട്ട് ഒപ്പിടേണ്ട ആവശ്യമില്ല, ആ ഒരു അച്ച കൊണ്ടുവന്നങ്ങ് പതിപ്പിച്ചാൽ മതി. അപ്പോൾ ലിമ്മ് ചെയ്യുന്ന ആ ഒരു കാര്യം ഈ ബോസും കണ്ടിട്ട് ലിമ്മിന്റെ ഈ ഒരു കഴിവിനെ അയാൾ എപ്പോഴും പ്രശംസിക്കുന്നുണ്ടായിരുന്നു. നീ വലിയൊരു നിലയിലെത്തും, ഇത് നിനക്ക് മാത്രമുള്ള ഒരു കഴിവാണ്. അതും ലിമ്മിന് ഒരുപാട് വിശ്വാസം കൊടുക്കുന്ന രീതിയിലാണ് അയാൾ സംസാരിച്ചിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള അവന്റെ ജീവിതം വളരെ ബുദ്ധിമുട്ടായിരുന്നു. അവന്റെ സാധനങ്ങൾ അധികം അങ്ങനെ ആരും വാങ്ങാറില്ല. കാരണം ഒരു കണ്ണ് കാണാൻ കഴിയാത്ത ആൾ ഇത് ചെയ്യുന്നത് കൊണ്ട് അത് അത്ര പെർഫെക്റ്റ് ആയിരിക്കത്തില്ല എന്നാണ് എല്ലാവരും ആ കാലഘട്ടത്തിൽ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഒരു ദിവസം ഹീറോയുടെ അമ്മ അവര് ലിമ്മിന്റെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് അവനുണ്ടാക്കിയ ആ ഒരു അച്ചെടുത്ത് അവര് നോക്കിയിട്ട് നല്ലതാണെന്ന് പറയും. അപ്പോൾ ലിമ്മ് വിചാരിക്കും വാങ്ങിക്കാനാണെന്ന്. അപ്പോൾ അവർ പറയും, ഹേയ് വാങ്ങിക്കാനൊന്നുമില്ല, അങ്ങനെ വാങ്ങിക്കാനായിട്ടുള്ള രീതിയിൽ ഞാനൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണ്, അതൊന്ന് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറയുമ്പോൾ
ഇത്രയും കാലമായിട്ട് തന്റെ സാധനം ആരും വാങ്ങിയില്ലാന്നുണ്ടെങ്കിലും ഇതുപോലെ ലിമ്മിനെ പുകഴ്ത്തി സംസാരിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. ആ ഒരു ബോസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും വേറൊരു സാധാരണപ്പെട്ട ഒരാള് ഇങ്ങനെ പറയുന്നത് കാരണം ലിമ്മിന് അത്രയും സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് ഇവരുടെ രണ്ടുപേരുടെയും ആ ഒരു സൗഹൃദം ഉണ്ടല്ലോ അത് കൂടാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ലിമ്മിന്റെ ഭാര്യ അവർ വന്ന് കാണാറുണ്ട്, അതേപോലെ തന്നെ ആഹാരം കൊണ്ട് കൊടുക്കുന്നു. ഇങ്ങനെ ഇവരുടെ രണ്ടുപേരുടെ ആ ഒരു റിലേഷൻ കുറച്ചുകൂടി വലുതായിട്ട് അവസാനം തന്റെ തുണയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും വേണമെന്നുള്ളൊരു തീരുമാനം ലിം എടുക്കുന്നതും അവളോട് അതുപോലെ തന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കും, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്കും അതിന് സമ്മതമായിട്ട് അവൾ ഓടിപ്പോകുന്നതും ആ മാർക്കറ്റിലുള്ള എല്ലാവരും ലിമിനോട് അന്ന് തന്നെ പറയുന്നുണ്ടായിരുന്നു, ഏയ് നിനക്ക് കിട്ടിയൊരു ഭാഗ്യം നോക്കേ, ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത്, ഇതുപോലൊരു ഭാഗ്യം വേറെ ആർക്കും കിട്ടില്ല എന്നും അവരന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഇവർ രണ്ടുപേരും കൂടി കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചിട്ട് ആ ഒരു മാർക്കറ്റിൽ വെച്ചിട്ട് തന്നെയാണ് ഇവരുടെ രണ്ടുപേരുടെ കല്യാണവും നടക്കുന്നത്. അതിന് മാർക്കറ്റിലുള്ള എല്ലാവരും സാക്ഷിയായിട്ട് നിൽക്കുകയും ചെയ്തു. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെ ജീവിതം സന്തോഷത്തോടെയാണ് പോകുന്നത്. രണ്ടുപേരും മാറി മാറി ജോലി നോക്കുന്നു. അതേപോലെ തന്നെ ഇതിനിടയിൽ അവർക്ക് ഒരു കുട്ടി ഉണ്ടാകുന്നു, അതാണ് നമ്മുടെ ഹീറോ. അങ്ങനെ ആ ഒരു കുട്ടിയെ നോക്കാൻ വേണ്ടി രണ്ടുപേരും കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ ഒരു കുഴപ്പമില്ലാതെ രണ്ടുപേരും സന്തോഷിച്ച് ജീവിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ലിമ്മിന്റെ സുഹൃത്ത് അവനെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് വരുന്നത്. അന്ന് ആ ഒരു സുഹൃത്ത് ലിമ്മിനോട് പറയും, ഹേയ് നിനക്ക് നല്ല മനസ്സുള്ള ഒരു ഭാര്യയെ കിട്ടിയല്ലോ, അത് തന്നെ വലിയ കാര്യം എന്ന് പറയുമ്പോൾ ലിമ്മു പറയും, പിന്നെ അല്ലാതെ എന്നെ പോലെ ഒരാൾക്ക് ഇത്രയും നല്ല മനസ്സുള്ള അതും അധ്വാനിക്കുന്ന നല്ല സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യയെ കിട്ടാനായിട്ട് ഭാഗ്യം വേണം എന്നെല്ലാം പറയുമ്പോൾ ആ ഒരു സുഹൃത്ത് പറയും, എന്ത് സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യയോ, ആരാ നിന്നോട് ഈ കള്ളമൊക്കെ പറഞ്ഞത്, അവളെ കാണാനായിട്ട് അത്ര ഭംഗിയൊന്നുമില്ല, അവൾ നല്ലൊരു മനസ്സിനോടമയാണ്, അത് ശരി തന്നെയാണ്, പക്ഷേ നീ പറയുന്നത് പോലെ അത്ര ഭംഗിയുള്ള ഒരു സ്ത്രീയൊന്നുമല്ല, ഒരു വൃത്തിയായിട്ട സ്ത്രീയാണെന്ന് പറയുന്നത്. ലിം ആഗ്രഹിച്ചത് എന്താണ്, തന്റെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും തന്റെ ഭാര്യയെ കാണണമെന്നാണ്. ഇപ്പൊ ആ ഒരു സുഹൃത്ത് പറയുന്നത്, നീ തന്നെ അവളുടെ ഘോരമായിട്ടുള്ള ആ ഒരു മുഖം കണ്ടു കഴിഞ്ഞാല് നീ തന്നെ അവള് വെറുക്കും എന്ന ആ ഒരു സുഹൃത്ത് പറയുമ്പോഴത്തേക്കും ലിമ്മിന്റെ ഉള്ളിലെ പിന്നെ തന്റെ ഭാര്യയെ പറ്റിയുള്ള ഒരു മോശമായിട്ടുള്ള ഒരു രൂപമാണ് അവന്റെ ഉള്ളിൽ തോന്നാൻ തുടങ്ങിയത്. കാരണം തന്റെ ഉറ്റ സുഹൃത്ത് തന്നെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അങ്ങനെ ലിമ്മിന്റെ മനസ്സിലെ മോശമായിട്ടുള്ള ഒരുപാട് ചിന്തകൾ വരാൻ തുടങ്ങി. എന്താന്ന് വെച്ചാൽ മാർക്കറ്റിലുള്ളവരൊക്കെ പറഞ്ഞിരുന്നല്ലോ, ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു ഭാര്യയെ നിനക്കല്ലാതെ വേറെ ആൾക്ക് കിട്ടത്തില്ല എന്നല്ല. ഒരുപക്ഷെ തന്നെ കളിയാക്കിക്കൊണ്ടാണോ അവരെല്ലാം പറഞ്ഞത്. ഇത്രയും കാലം തന്റെ ജീവിതത്തിലെ കളിയാക്കലുകളും ബുദ്ധിമുട്ടുകളും എല്ലാം സഹിച്ചു, ഇനിയും അത് സഹിക്കണം എന്നുള്ളൊരു തോന്നൽ വരാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും മാർക്കറ്റിലൂടെ വെളിയിലേക്ക് പോകുമ്പോഴെല്ലാം ആളുകൾ ഇവരെ നോക്കി ചിരിക്കും. അതിനു മുന്നേ വരെ ലിമ്മു വിചാരിച്ചത് ഇവരെ കണ്ടിട്ട് നല്ല സന്തോഷത്തിലാണ് അവർ ചിരിക്കുന്നതെന്നാണ്. പക്ഷെ അതിനുശേഷം ലിമ്മു വിചാരിക്കുന്നത് അവരെല്ലാവരും തന്നെ കളിയാക്കി ചിരിക്കുന്നതെന്നാണ്. കാരണം ഇതുപോലെ ഭംഗിയല്ലാത്ത ഒരു ഭാര്യയെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവന്റെ ഉള്ളിലെ തന്റെ ഭാര്യയോടുള്ള ആ ഒരു ദേഷ്യം ഓരോ ദിവസവും കൂടാൻ തുടങ്ങി. അതിനിടയിലാണ് അവൾ ആ ഒരു ഫാക്ടറിയിൽ പോയിട്ട് അതുപോലെ പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇതെല്ലാം അവന്റെ മനസ്സിലെ ഭയങ്കരമായിട്ടുള്ള മോശം ഒരു ചിന്താഗതിയാണ് തന്റെ ഭാര്യയെപ്പറ്റി അവൻ ചിന്തിക്കാൻ തുടങ്ങിയത്. അതുപോലെ ഒരു ദിവസം അവന്റെ ഭാര്യ അടിക്കാനായിട്ട് ആ ഒരു റൗഡികൾ വരുമ്പോൾ അവൻ മാറി നിന്നിട്ട് വേണ്ട വേണ്ട എന്നെല്ലാം പറയുമല്ലോ. സത്യത്തില് പുറമേ അവ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഉള്ളില് അവന്റെ ഭാര്യയെ കൊല്ലണമെന്ന് അവ ആഗ്രഹിച്ചിരുന്നു. അതുപോലൊരു മനസ്സായിപ്പോയി അവൻ്റെത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസമാണ് വീണ്ടും അവർ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ട് അന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്ന് അവരോട് സംസാരിക്കുമ്പോൾ സത്യത്തിലെ ലിമ്മിന്റെ ഭാര്യ കുട്ടിക്കാലത്ത് തന്നെ അവളുടെ അച്ഛനോട് പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് വീട് വിട്ട് വീട്ടിലേക്ക് ഇറങ്ങിയത്. അവളും ആ ഒരു സമയം കൊണ്ട് തന്നെ തീരുമാനിച്ചത് ഇനി ആരുടെ ജീവിതത്തിൽ താൻ കയറി ഇടപെടത്തില്ല, അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പോകണ്ടെന്നാണ് അവളും വിചാരിച്ചത്. അങ്ങനെയാണ് ലിമ്മിനെ അവൾ കണ്ടുമുട്ടുന്നതും തനിക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരാൾ ഉണ്ടെന്നുള്ള തോന്നലിലാണ് ലിമ്മിനെ അവൾ കല്യാണം കഴിക്കുന്നത്. മറ്റുള്ളവരെല്ലാവരും എന്നെ കാണാൻ കൊള്ളത്തില്ല, ഭംഗിയില്ലാത്ത സ്ത്രീയാണ് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഒരു തവണ പോലും എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുകൂടി പറയുന്നതും മറ്റുള്ളവർ പറയുന്നതും ചിരിക്കുന്നതും ഇതെല്ലാം കേട്ടിട്ട് ലിമ്മിന് ആകെ ദേഷ്യം വന്നിരിക്കുമായിരുന്നല്ലോ. ഇപ്പൊ തന്റെ ഭാര്യ തന്നെ അങ്ങനെ കൂടി പറയുമ്പോൾ ഇത് കേട്ട ലിമ്മ് അവന്റെ സമനില തെറ്റിയിട്ട് നേരെ അവളുടെ കഴുത്തിലേക്ക് പിടിച്ച് അവരെ അവിടെ വെച്ച് തന്നെ കഴുത്ത് ഞെരിച്ച് കൊല്ലുമായിരുന്നു. ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ലിമ്മ് ഒരിക്കലും ആ ഒരു വ്യക്തിയുടെ സ്വഭാവം കണ്ടിട്ടോ ആ ഒരു നല്ല മനസ്സ് കണ്ടിട്ടോ അല്ല അവള് സ്വീകരിച്ചത്, അവളുടെ പുറമേയുള്ള ആ ഒരു ഭംഗി അത് കണ്ടിട്ട് മാത്രമാണെന്ന്. ഇപ്പൊ അവന്റെ ചിന്താഗതി എന്താണ്, കുട്ടിക്കാലം മുതൽ തന്നെ അവന് കണ്ണു കാണാൻ കഴിയാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ കളിയാക്കലുകളും അവഗണന ഇങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു അവൻ്റേത്. ഒരു വിധത്തില് അവൻ അവന്റെ കഴിവുകൊണ്ട് ആ ഒരു അച്ചുണ്ടാക്കുന്ന കഴിവുകൊണ്ടാണ് മറ്റുള്ളവരുടെ മുന്നിൽ കുറച്ചെങ്കിലും നല്ല പേര് വാങ്ങി തുടങ്ങിയത്. പക്ഷെ ഇപ്പോ അവൻ കല്യാണം കഴിച്ച ആ ഒരു സ്ത്രീ കാരണം വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ പോകുന്നു എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് അവൻ അവരെ കൊന്നത്. അങ്ങനെ അതിനുശേഷമാണ് ആ ഒരു ബോഡി എടുത്തുകൊണ്ട് വന്നിട്ട് ആ കുഴിയിലേക്ക് കൊണ്ട് കളഞ്ഞതും. പക്ഷേ ഈ റൗഡികൾ അടുത്ത് നിൽക്കുന്ന കാര്യം അയാൾ ഒരിക്കലും കണ്ടിരുന്നതുമില്ല. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ അയാൾ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്നല്ലേ ചോദിക്കുമ്പോൾ ഹീറോ പറയും നിങ്ങളൊരു കൊലയാളിയാണല്ലേ എന്ന് അവന്റെ അച്ഛനോട് ചോദിക്കുമ്പോൾ അവന്റെ അച്ഛൻ പെട്ടെന്ന് അവനെ പിടിച്ച് അടിക്കാൻ തുടങ്ങും. പക്ഷെ അവനാണെങ്കിലോ ലിമ്മിനെ തള്ളി താഴെ കെട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അയാൾ അവിടെ കിടന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരു കൊലയാളിയല്ല,
നീ പറയുന്നത് പോലെ ഞാൻ ഒരിക്കലും ഒരു കൊലയാളിയല്ല, ഞാനൊരു ജീവിക്കുന്ന മിറാക്കിളാണ്, ഞാനൊരു അത്ഭുതമാണ് എന്നല്ല അയാൾ പറയുന്നത്. അത്രയും സ്വാർത്ഥനായിട്ടുള്ള ഒരാളാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമ്മുടെ ഹീറോ നേരെ പോകുന്നത് ഹീറോയിനെ കാണാൻ വേണ്ടി. എന്നിട്ട് ആ ഒരു റെക്കോർഡർ അവളുടെ കയ്യിൽ കൊടുക്കുമ്പോഴത്തേക്കും അതും പുതിയത്. അപ്പൊ അവള് പറയും, അല്ല എന്ത് പറ്റിയത് കൊണ്ട് തരാനായിട്ട്, ഇനിയിപ്പോ ഇതില് നിന്റെ അച്ഛൻ തന്നെയാണ് ആ ഒരു കൊലയാളി എന്നുള്ള കാര്യങ്ങളെല്ലാം റെക്കോർഡായിട്ടുണ്ടാവുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, ഇല്ല ഒരിക്കലും അത്തരം കാര്യങ്ങളൊന്നും അതിലില്ല, അതെല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടാണ് നിനക്കിത് കൊണ്ട് തന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഡോക്യുമെന്ററി കംപ്ലീറ്റ് ആക്കി അത് അപ്ലോഡ് ചെയ്തു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നതും അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ഹീറോ അന്ന് ആ ഒരു ബോസിനോട് സംസാരിച്ച് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുമല്ലോ. അത് കഴിഞ്ഞ് ഹീറോയിൻ അവിടെ കുറച്ചു നേരം ഇരിക്കും. എന്നിട്ടാണ് ആ ഒരു ബോസിനോട് ചോദിക്കുന്നത്, ഇതുപോലെ നിങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആ ഒരു സ്ത്രീയുടെ ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ബോസ് പറയും, അതേ ഉണ്ട്, അന്ന് എന്റെ ക്യാമറ ഉപയോഗിച്ചിട്ട് ഞാനും അവരുടെ ചിത്രം എടുത്തിരുന്നു എന്ന് പറഞ്ഞ ആ ഒരു ഫോട്ടോ ഹീറോയിന്റെ കയ്യിൽ കൊടുക്കും. ഇപ്പോൾ ഹീറോയിൻ ആ ഒരു ഫോട്ടോ എടുത്ത് ഹീറോയുടെ കയ്യിൽ കൊടുത്തിട്ട്, ഇത് നിനക്ക് കാണണോ വേണ്ടതെന്ന് നീ തീരുമാനിച്ചാൽ മതി, എന്തായാലും ഫോട്ടോ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ഫോട്ടോ ഹീറോയുടെ കയ്യിൽ കൊടുക്കുന്നതും ഹീറോ ഇപ്പോൾ ആ ഒരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴത്തേക്കും എല്ലാവരും പറയുന്നത് പോലെ അത്രയും മോശമായിട്ടുള്ള അഗ്ലി ആയിട്ടുള്ള ഒരു ഫേസ് ഒന്നല്ല അവരുടേത്. ഒരു സാധാരണ കൊറിയൻ സ്ത്രീ എങ്ങനെ ഉണ്ടാവും അതേ ഒരു മുഖഷേപ്പ് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് എല്ലാവരും അവരെ ഒരു വൃത്തിയായിട്ട സ്ത്രീ അല്ലെങ്കിൽ ഭംഗിയില്ലാത്ത സ്ത്രീ എന്നെല്ലാം പറഞ്ഞു? ഒന്നാമതായിട്ട് പറഞ്ഞത് അവരുടെ സഹോദരിമാരുണ്ടല്ലോ, അവരാണ്. അവരങ്ങനെ പറയാൻ കാരണം അവരുടെ കുടുംബം തകരാൻ തന്നെ കാരണം ഹീറോയിന്റെ അമ്മയാണല്ലോ. ആ ഒരു വെറുപ്പ് കൊണ്ടാണ് അവരെ ഒരു മോശമായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ കാണാൻ കൊള്ളാത്ത ഭംഗിയില്ലാത്തൊരു സ്ത്രീയാക്കി അവർ മാറ്റിയത്. അതേപോലെ അവരോടൊപ്പം ജോലി ചെയ്തിരുന്നവര് അവരങ്ങനെ പറയാൻ കാരണം ഹീറോയുടെ അമ്മ അത്രയും നല്ലൊരു സ്ത്രീ ആയതുകൊണ്ട് ആ ഒരു അസൂയ കാരണമാണ് അവരുടെ നല്ല മനസ്സിനെ അവർ കാണാതെ മുഖത്തെ വെച്ച് അവർ കളിയാക്കിയത്. അതേപോലെ തന്നെ ലിമ്മിന്റെ സുഹൃത്ത് വീട്ടിലേക്ക് വന്നിട്ട് ഇതുപോലെ നിന്റെ ഭാര്യയെ കാണാൻ കൊള്ളത്തില്ല എന്ന് പറയാൻ കാരണം അവനോടുള്ള ഒരു അസൂയാണ്. ഇതുപോലൊരു കണ്ണ് കാണാത്തവന് തന്നെ ഇങ്ങനെ ഒരു പെണ്ണ് കിട്ടി എന്നുള്ള ആ ഒരു അസൂയ. അപ്പോൾ മറ്റുള്ളവരുടെ ഉള്ളിലെ ആ ഒരു അസൂയയും വെറുപ്പ് അത് മാത്രമാണ് നമ്മളോടുള്ള നിറത്തിലൂടെയും മുഖത്തിന്റെ ഷേപ്പിലൂടെയും അവർ നമ്മളെ ഭംഗിയില്ലാത്തവരെന്ന് വിളിക്കുന്നത്. അല്ലാതെ നമ്മുടെ നല്ല മനസ്സിനെയോ നമ്മുടെ നല്ല സ്വഭാവത്തിനെയോ അല്ല അവർ കാണുന്നത്. അവർ കാണുന്നത് അവരുടെ ഉള്ളിലെ വെറുപ്പും അസൂയയും വെച്ചുകൊണ്ട് മാത്രമാണ്. പക്ഷെ ഇവിടെയും വളരെ മോശമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഹീറോ തൻ്റെ അച്ഛൻ ഇതുപോലൊരു കൊലപാതകം ചെയ്തിട്ടും അതും തൻ്റെ അമ്മയെ അത്രയും വെറുത്ത് അതുപോലൊരു കൊലപാതകം ചെയ്തിട്ടും അവൻ അവൻ്റെ അച്ഛനെ ഇപ്പോഴും സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതേപോലെ ഹീറോയിൻ ഇത്രയും സത്യങ്ങൾ അറിഞ്ഞിട്ടും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ലക്ഷ്യമല്ല, പകരം അത് വെച്ച് പണം ഉണ്ടാക്കണം, അതിനുവേണ്ടി എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന അവളുടെ മനസ്സും വളരെ മോശപ്പെട്ടതാണ്. ഇങ്ങനെ പല ആളുകളും ഈ ചിത്രത്തിലുണ്ട്. അതാരൊക്കെയാണെന്ന് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. അതേപോലെ ഈ മൂവി എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള സിനിമകൾ ഇനിയും ഈ ചാനലിൽ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് SR വോയിസ് മൂവി എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരു ലൈക്കും. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയ്ക്കും ബൈ.